252-ാം നാളിൽ വേണമെങ്കിൽ ഈ സമരം ഈ വഴി പോകാനുള്ള പല കാലങ്ങൾ പല ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ വഴി പോയില്ല. സമാധാനപരം തന്നെയായിരുന്നു സമരം. ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നറിയാത്തവരല്ല ഒരുപാട് സമരം നടത്തിയ നിങ്ങൾ. എന്തുകൊണ്ടാണ് ആ ഒരു സമരമാർഗത്തിലേക്ക് പോകാനുള്ള തീരുമാനം? ഷൈല, ഞങ്ങൾ ഈ 256-ാം ദിവസവും സമാധാനപരമായിട്ട് തന്നെയാണ് സമരം ചെയ്തത്. ക്ലിഫ് ഹൗസ് മാർച്ച് ഞങ്ങളുടെ ഒരു അവസാന വട്ടം. കാരണം എത്രയോ നാളായിട്ട് ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങളോട് എല്ലാവരും പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ടേബിളിലാണ് ഈ വിഷയം ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി വിചാരിച്ചാലേ ഈ സമരം സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് പോയത് ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള എല്ലാവർക്കും, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഈ ആശാസമരത്തിൻ്റെ ഒന്നാം നാൾ മുതലുള്ള അതിനെ പിന്തുടരുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളും ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും. അപ്പോൾ വളരെ സമാധാനപരമായിട്ടാണ് നമ്മൾ സമരം ചെയ്തിട്ടുള്ളത്. പോലീസിനോട് നമ്മൾ വളരെ സഹകരിച്ചുകൊണ്ടാണ് നിന്നത്. ഇന്ന് ഈ ക്ലിഫ് ഹൗസ് മാർച്ചിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് നിലപാടെടുത്തത്. ഇന്ന് രാഷ്ട്രപതി വരുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മളോട് PMGയിൽ നിന്ന് പ്രകടനം തുടങ്ങണമെന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മൾ പ്രകടനം തുടങ്ങി. വളരെ സമാധാനപരമായിട്ടാണ് ക്ലിഫ് ഹൗസിലെത്തിയത്. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ അകത്ത് കയറാൻ ശ്രമിച്ചു. അതിനെയാണ് പോലീസ് ഭീകരമായിട്ട് നിരവധി തവണ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഉപദ്രവിച്ചു. ഏറ്റവും അവസാനം ഒരു സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടായത് നമ്മളുടെ മൈക്കും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അതെല്ലാം രാവിലെ മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് സ്ത്രീകൾ അതിനെ തടഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ അക്രമം നടത്തിയിട്ടില്ല. പോലീസ് നമ്മളുടെ പ്രവർത്തകർക്ക് നേർ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. എങ്കിലും ഒടുവിൽ ഷൈന, ഒരു ഘട്ടത്തിൽ സമരക്കാരുമായി ഇനിയൊരു ചർച്ചയില്ല എന്ന് മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചതാണ്. ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ്? അത് പ്രഹസനമായിരുന്നു എന്ന് കേരളത്തിന് അത്യാവശ്യം ഭംഗിയായി തന്നെ അറിയാം. ഓരോ വാഗ്ദാനങ്ങൾ വെറും വാക്കായത്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഹരിത വി കുമാർ സമർപ്പിച്ച റിപ്പോർട്ടടക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നും അറിയാം. പക്ഷേ ഇന്നത്തെ ഈ സമരത്തിനൊടുവിൽ മുഖ്യമന്ത്രി നിങ്ങളെ കാണാം എന്ന ഉറപ്പ് നൽകിയത് ഈ ഒരു ദിവസത്തിന്റെ സമരവിജയമായി നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ ഷൈല? തീർച്ചയായിട്ടും അതെ. ഇന്ന് നമ്മൾ വളരെ ശക്തമായിട്ട്, കാരണം ഈ സമരം ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് ഇത് കെട്ടടങ്ങിപ്പോകും, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നിർത്തി നിരാശരായി പിരിഞ്ഞു പോകുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നടന്നില്ല. ഇന്നത്തെ സമരം കണ്ടവർക്കറിയാം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വീറുറ്റതായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് നടന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ സമരം ചെയ്യുന്ന ആശമാരുടെ വീറിന്, അവരുടെ സമരവീര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഈ അവകാശങ്ങൾ നേടിയെടുത്തേ പോകൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്ലിഫ് ഹൗസിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരില്ല എന്ന് തന്നെ തീരുമാനിച്ചാണ് പോയത്. ഒന്നുകിൽ നമ്മളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവണം, അതല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ കൊണ്ടുപോകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ടാണ് ആശമാർ അങ്ങോട്ട് വന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ സർക്കാർ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്. മുഖ്യമന്ത്രി ഒരു ഡെലിഗേഷനെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ അറിയിച്ചത്. നമ്മൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. ഇത് നേരത്തെ ആകാമായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് തന്നെ, ഹരിത വി കുമാറിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് തന്നെ 2 മാസത്തോളം ആകാൻ പോകുന്നു. ഇത് വെച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? റിപ്പോർട്ടിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും അതിനകത്തുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളതിൻ്റെ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ചു. എങ്കിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഈ ഗവൺമെൻറ് ചെയ്യാമല്ലോ. ഗവൺമെൻറ്റല്ലേ പറഞ്ഞത് ഞങ്ങൾ കമ്മിറ്റി വയ്ക്കാം, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കി തരാം, കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വരട്ടെ എന്ന്. എന്നിട്ട് ഈ പഠന റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് അവരെന്തിനാണ് ഇരിക്കുന്നത്? ഈ മിനിമം കാര്യങ്ങൾ അവർക്ക് ചെയ്തുകൂടെ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണ്. അപ്പോൾ ക്ഷമയുടെ അങ്ങേയറ്റം. ഇനി ഈ പെരുമഴയത്താണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് എപ്പോഴാണ് പ്രളയ സമാനമായിട്ടുള്ള മഴ വരുന്നതെന്ന് നമുക്കറിയില്ല. മരങ്ങൾ ഞങ്ങളവിടെ ആ തെരുവിലിരിക്കുന്ന അവിടെ മരങ്ങളെപ്പോൾ ഒടിഞ്ഞു വീഴുമെന്ന് അറിയില്ല. വെള്ളം അവിടെ കയറി നമ്മളുടെ സമരം പന്തലടക്കം നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇതിനപ്പുറത്തേക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരപരിപാടി സ്വീകരിക്കാൻ നിർബന്ധിതരായി തീർന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.